അവൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ പണ്ട് മുതലേ ഒരു ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അച്ഛനാവണം എന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയില്ലാത്ത പ്രായത്തിൽ, അതായത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു തരും, ഇങ്ങനെ കുഞ്ഞുനാളിൽ ഏകദേശം ഒരു 2-2.5-3 വയസ്സിനടുത്ത് ആ ഒരു പ്രായമുള്ള സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് അമ്മയും അപ്പനൊക്കെ നോക്കിയപ്പോഴത്തേന് എന്നെ വീട്ടിലില്ല, കാണാനില്ല എന്നെ. അപ്പോൾ അവർ ചുറ്റിനൊക്കെ തിരക്കിയിട്ട് തന്നെ കണ്ടില്ല. അവർ നന്നായിട്ട് പേടിച്ചു അവർ. അപ്പം അങ്ങനെ പുറത്ത് ഓരോ വീട്ടിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് അറിയാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ആൻറ്റി എന്നെ ഇങ്ങനെ ഒക്കത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ട് അപ്പം അമ്മ ചോദിച്ചു, എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് ആൻറ്റി പറഞ്ഞു, നമ്മൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അപ്പോൾ രാവിലെ കുർബാന അടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് ഒന്നും അറിയാതെ നേരെ പള്ളിയിലേക്ക് കയറി. അച്ഛൻ കുർബാന ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അൾത്താരയാണ്, ഓൾട്ടർ എന്ന് പറയാം നമ്മൾ. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി നിന്ന് അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൻറ്റി പള്ളിയിൽ പാട്ട് പാടുന്ന ആൻറ്റി ആയിരുന്നു. അങ്ങനെ ആൻറ്റി പെട്ടെന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എന്തായാലും ഇവൻ വലുതാകുമ്പോൾ ഒരു അച്ഛനായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും സെമിനാരിയിൽ ചേർന്നതിന് മുന്നോടിയായാലും എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴത്തേന് ആൻറ്റി പറയും, പണ്ട് നീ ആൾക്കാരെ കയറി അച്ഛനായിക്കോണം. അപ്പോൾ ഇങ്ങനെ ആൻറ്റി പറയുന്ന രീതിയിലും അമ്മ ഓരോ കഥകൾ ഇങ്ങനെ പറയുന്ന രീതിയിലൊക്കെ മനസ്സിലിങ്ങനെ ആയി പെട്ടെന്ന് അച്ഛൻ കാസേമീനൊക്കെ ഇങ്ങനെ ഉയർത്തുന്ന കാണുമ്പോഴൊക്കെ ഒരു വൈദികനാവണം, അച്ഛനായി കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ടായിരുന്നു.